ഹലോ അമീഗോസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു റൈഡിംഗ് ഗ്ലൗ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഒരു മോട്ടോർ സൈക്കിൾ റൈഡിംഗ് ഗിയർ എന്നുള്ള രീതിയിൽ ഗ്ലൗവിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. കാരണം എന്ത് ആക്സിഡൻറ്റ് സംഭവിച്ചാലും ആദ്യം നമ്മുടെ റിഫ്ലെക്സ് വർക്കായിട്ട് നമ്മൾ കൈയാണ് കുത്തുക. അതുകൊണ്ട് തന്നെ കൈയിന് ഒരു നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അബ്രാഷൻ റെസിസ്റ്റൻസ് ഒക്കെ വരിക ഒരു ലെതർ ഗ്ലൗവിലാണ്. അപ്പോൾ ഒരു ഫുൾ ഫിംഗർ കഫ് ലെതർ ഗ്ലൗ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. SGS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഗ്ലൗ ഓർഡർ ചെയ്തിട്ടുള്ളത്. നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സൈറ്റിൻ്റെ ഒരു കാർഡ് നമുക്ക് കാണാൻ പറ്റും. അതിൽ അവർ താങ്ക് യു ഫോർ യുവർ ഓർഡർ എന്നൊക്കെ കൊടുത്തിട്ട് അവരുടെ സൈറ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും ഇൻസ്റ്റഗ്രാം ID കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മോട്ടോവോൾഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഫുൾ ഫിംഗർ ലെതർ കഫ് ഗ്ലൗ ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കറ്റിൽ നിന്ന് ഈ ഒരു ഗ്ലൗ പുറത്തെടുക്കാം. ഇതൊരു ടൂറിംഗ് ഗ്ലൗ ഒന്നുമല്ല, നമ്മുടെ കഫ് വരെയുള്ള ഗ്ലൗ ആണ്. അതായത് നമ്മുടെ റിസ്റ്റ് വരെ ഈ ഒരു ഗ്ലൗ ഉണ്ടാവുള്ളൂ. പുറത്തെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ഒരു സിലിക്ക ജെൽ പാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലൗവിൻ്റെ ഇടയിലായിട്ട് ചെറിയൊരു ബട്ടർ പേപ്പറും കൊടുത്തിട്ടുണ്ട്. ഹുവാൻഷി ലൈഫ് ക്ലബ് ഹുവാൻഷി ഇതൊരു ചൈനയിൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് കേട്ടോ, മോട്ടോർ വോൾഫ്. അതുകൊണ്ട് തന്നെ ഒരു ചൈനീസ് പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലൗ. നോർമൽ കമ്മ്യൂട്ടിങ്ങിനും ചെറിയ ടൂറിങ്ങിനും നമ്മുടെ സിറ്റി യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്ലൗ ആണിത്. അപ്പോൾ നമുക്കിനി ഈ ഒരു ഗ്ലൗവിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇറ്റ്സ് മീ ഫ്രാങ്കോ, വെൽക്കം ബാക്ക്. ആദ്യം തന്നെ ഈ ഒരു ഗ്ലൗവിൻ്റെ കൂടെ വന്നിട്ടുള്ള ടാഗ് നോക്കുകയാണെങ്കിൽ 2 ടാഗാണ് വന്നിട്ടുള്ളത്. മോട്ടോവോൾഫ് റൈഡിംഗ് ആൻഡ് സ്പീഡ്, ദ ഫാസ്റ്റ് ആൻഡ് ക്വാളിറ്റി ഇന്നോവേഷൻ. ഇതിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ചൈനീസിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. MDL 0305 എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര്. പിന്നെ സൈസ് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്, ബ്ലാക്ക്, വൈറ്റ്, റെഡ്. ഗ്രേഡ് ക്വാളിഫൈഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലോഗോയും ബ്രാൻഡിൻ്റെ നെയിമൊക്കെ ഉള്ള ഒരു ടാഗും. ഈ 2 ടാഗാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഗ്ലൗ ഒന്ന് വിയർ ചെയ്ത് നോക്കാം. ഈ ഒരു ഗ്ലൗ അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ ഇത് കാണാൻ ഭയങ്കര ഒരു ഇംപ്രസീവ് സ്റ്റൈലിംഗ് ലുക്ക് ഉള്ളതുകൊണ്ട് ആദ്യം തന്നെ ഞാനിതൊന്ന് ഇട്ട് നോക്കി. കൊള്ളാം, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് റിയലി ഗുഡ്. നല്ലൊരു കംഫർട്ട് ഉണ്ട്, അധികം വെയിറ്റ് ഒന്നുമില്ല. പൊതുവെ ലെതർ ഗ്ലൗ അറിയുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവും. ഇത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് നല്ലൊരു സ്മൂത്തി ഫീലാണ് ഇത് വിയർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഇതിൽ CE റേറ്റിങ്ങിൻ്റെ ടാഗും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഹാർഡ് കോർ റൈഡറൊക്കെ ആണെങ്കിൽ ഈ ഗ്ലൗ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഒരു ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ ബേസിസിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഗ്ലൗ നല്ലത്. കാരണം കുറച്ചും കൂടെ CE റേറ്റഡ് ഗ്ലൗസ് ആണ്. അതുപോലെയുള്ള ഹാർഡ് കോർ യൂസിനും കുറച്ചും കൂടെ നമുക്കൊരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാം. പക്ഷെ നമ്മളെ ചെറിയ സിറ്റി കമ്മ്യൂട്ടിങ്ങിനും ചെറിയ നമ്മുടെ റൈഡ് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ജെന്യൂൻ ലെതറിൽ വരുന്ന ഗ്ലൗ ആയതുകൊണ്ട് അബ്രാഷൻ റെസിസ്റ്റൻസ് കിട്ടും. ഇമ്പാക്ട് റെസിസ്റ്റൻസിൽ മാത്രമാണ് ഒരു പോരായ്മ ഉള്ളത്. കാരണം CE റേറ്റിംഗും ഇല്ല. അതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പയ്യെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഗ്ലൗവിൽ അവിടെയും ആയിട്ട് കുറച്ച് ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലിറ്റിൽ ഫിംഗറിൽ മോട്ടോവോൾഫിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രാപ്പ്, വെൽക്രോ സ്ട്രാപ്പിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹാൻഡിൻ്റെ നെക്കിളിൻ്റെ മുകളിലായിട്ട് ഒരു വലിയ ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ലോഗോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ, ഒരു വെറൈറ്റി ലോഗോ ആണ്. അതും അവർ വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ നല്ല രീതിയിൽ എടുത്തു കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സ്റ്റൈലിഷാണ് ഈ ഒരു ഗ്ലൗ. ഭയങ്കര സിമ്പിളുമാണ്, എന്നാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്കാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു കാർബൺ ഫൈബർ ഫിനിഷിലുള്ള നെക്കിൾ പ്രൊട്ടക്ടറും ഈ ലോഗോയും അതുപോലെ തന്നെ ഈ ഒരു റെഡ് സ്റ്റിച്ച് ലൈൻസും കാര്യങ്ങളും ഒരു പ്രത്യേക ലുക്ക് തന്നെ തരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CE റേറ്റിംഗിൻ്റെ ടാഗുകളൊന്നും ഈ ഗ്ലൗവിലൊന്നും കാണുന്നില്ല. ആകെ ഒരു ടാഗ് വന്നിട്ടുള്ളത് മോഡൽ നെയിമും കാര്യങ്ങളും, മോട്ടോവോൾഫ് 0305 ഇതിൻ്റെ സൈസും ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഔട്ടർ ഷെല്ല് ഗോട്ട് ലെതർ 43%, കൗ ലെതർ 40%, നൈലോൺ 11%, സിന്തറ്റിക് ലെതർ 4%, നിയോപ്രീൻ 2%. ഇന്റേണൽ ലൈനിങ് വന്നിട്ടുള്ളത് 100% പോളിസ്റ്റർ ഉണ്ട്. മെയ്ഡ് ഇൻ ചൈന എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു ഗ്ലൗവിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ ഡീറ്റെയിലായിട്ട് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മുടെ പാം റീജിയൻ, കൈയിൻ്റെ ഉൾവശത്ത് ഈ ഒരു കുറച്ച് തിക്കായിട്ടുള്ള ലെതറാണ് കൊടുത്തിട്ടുള്ളത്. അത് എസ്പെഷ്യലി നമ്മുടെ പാം റീജിയനിലും അതുപോലെ ലിറ്റിൽ ഫിംഗറിൽ, അതുപോലെ ലിറ്റിൽ ഫിംഗറിൻ്റെ സൈഡ് ഭാഗത്ത്, റിംഗ് ഫിംഗറിൽ, മിഡിൽ ഫിംഗറിൽ, അതുപോലെ ഫിംഗേഴ്സിൻ്റെ ടോപ്പ് റീജിയനിൽ സൈഡിലായിട്ട്, അതേപോലെ തമ്പിൻ്റെ ഉൾവശത്ത് ചെറിയൊരു പാർട്ട്, അതുപോലെ ഈ ഒരു ഗ്ലൗവിൻ്റെ ഔട്ടർ സൈഡിൽ നക്കിൾ റീജിയനിലും, അതുപോലെ നമ്മുടെ ഫിംഗേഴ്സിൻ്റെ മിഡിൽ വരെയുള്ള ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഈ ഒരു ടൈപ്പ് ലെതറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള പാം റീജിയനിലും തമ്പിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് പെർഫോറേറ്റഡ് ലെതറാണ് കൊടുത്തിട്ടുള്ളത്. അതന്നെ നമ്മുടെ ഫോർ ഫിംഗറിൻ്റെ ഉൾവശങ്ങളിലും ആ ഒരു ലെതറാണ് വന്നിട്ടുള്ളത്. അതേപോലെ നമ്മുടെ ബാക്കിൽ നെക്കിൾ റീജിയൻ അല്ലാത്ത ഭാഗങ്ങളിലും, അതുപോലെ ഫിംഗേഴ്സിൻ്റെ ടോപ്പ് റീജിയണിലും ഒക്കെ ഈ ഒരു ടൈപ്പ് ലെതറാണ് കൊടുത്തിട്ടുള്ളത്, പെർഫോറേറ്റഡ് ലെതർ. പിന്നെ നമ്മുടെ തമ്പിൻ്റെയും ഫോർ ഫിംഗറിൻ്റെയും ഇടയിലായിട്ട് വരുന്ന ആ ഒരു കർവ് റീജിയണിൽ ഒരു സിന്തറ്റിക് ലെതർ, ഒരു ഫോക്സ് ലെതർ ടൈപ്പ് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. അതന്നെ ഈ ഒരു ഫോർ ഫിംഗറിൻ്റെയും തമ്പിൻ്റെയും സൈഡിലായിട്ട് വരുന്ന റീജിയനിലും ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഫിംഗേഴ്സിൻ്റെ ഇടയിൽ, അതായത് ലിറ്റിൽ ഫിംഗറിൻ്റെയും റിംഗ് ഫിംഗറിൻ്റെയും, അതേപോലെ മിഡിൽ ഫിംഗറിൻ്റെയും റിംഗ് ഫിംഗറിൻ്റെയും, ഫോർ ഫിംഗറിൻ്റെയും മിഡിൽ ഫിംഗറിൻ്റെയും ഒക്കെ ഇടയിലായിട്ട് ഒരു മെഷ് ടൈപ്പ്, ഒരു നെറ്റ് ടൈപ്പ് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട്, ബ്രീത്തബിലിറ്റിക്കും വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ റിസ്റ്റ് റീജിയനിൽ ഒരു ചെറിയൊരു ഇലാസ്റ്റിക് പാർട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ റിസ്റ്റിൽ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ഒരു റിസ്റ്റ് റീജിയനിൽ എൻഡ് പോർഷനിലൊക്കെ ആ ഒരു കട്ടിയുള്ള ലെതറിൻ്റെ ഒരു ചെറിയൊരു സ്ട്രിപ്പ് പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വിയർ ആൻഡ് ടിയർ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഗ്ലൗ ഇടുമ്പോഴും എടുക്കുമ്പോഴൊക്കെ ഈ ഒരു ഭാഗമാണല്ലോ നമ്മൾ യൂസ് ചെയ്യുക. അത് തന്നെ ഒരു പ്രീമിയം ഫിനിഷൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു മൂവ്മെൻറ്റിനൊരു ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇലാസ്റ്റിക് ടൈപ്പ് ഒരു മെറ്റീരിയൽ റെഡ് കളറിൽ ഈ ഒരു തമ്പിൻ്റെ ഇന്നർ സൈഡിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് ഹാൻഡിൻ്റെ ഔട്ടർ റീജിയനിലൊക്കെ ഒരു സ്റ്റൈലിഷ് സ്ട്രിപ്പ് പോലെ ഇങ്ങനെ പോകുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെയിം സംഭവം നമ്മുടെ എല്ലാ ഫിംഗേഴ്സിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് ടച്ച് ചെയ്യുമ്പോഴുള്ള ആ ഒരു മൂവ്മെൻറ്റ് ഫ്രീഡം കിട്ടും. പ്രോപ്പർ സ്ട്രെച്ച് പാനലൊന്നുമല്ല, ചെറിയൊരു ഇലാസ്റ്റിസിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഒരു ക്ലോത്ത് ടൈപ്പ് മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ലെതേഴ്സൊക്കെ ജെന്യൂൻ ലെതറാണ്. ഞാൻ സ്ട്രെച്ച് ചെയ്ത് നോക്കി, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ജെന്യൂൻ ലെതർ തന്നെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഇമ്പാക്റ്റ് പ്രൊട്ടക്ഷൻ എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ മെയിനായിട്ടൊരു നെക്കിൾ പ്രൊട്ടക്ഷൻ വന്നിട്ടുണ്ട് കാർബൺ ഫൈബറിൻ്റെ. അത് അത്യാവശ്യം നല്ല ജെന്യൂനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഇമ്പാക്റ്റ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നെക്കിൾ പ്രൊട്ടക്ടർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കാർബൺ ഫൈബർ ആയതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക തരം ഒരു സ്റ്റൈലിംഗ് എലമെൻറ്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ 3 ഫിംഗറിലായിട്ട് ഒരു ഹാർഡ് റബ്ബർ ടൈപ്പ് ചെറിയൊരു പ്രൊട്ടക്ഷൻ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ലിറ്റിൽ ഫിംഗറിലില്ല, ബാക്കി 3 ഫിംഗറിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പാം റീജിയനിലേക്ക് നോക്കുമ്പോൾ പ്രോപ്പർ സ്ലൈഡേഴ്സ് ഒന്നുമില്ല. ഒരു എക്സ്ട്രാ ഫോം ലെയർ പ്രൊട്ടക്ഷൻ പോലത്തെ 2 ഷേപ്പിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ ലോവർ പാം ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ. പിന്നെ ഇതിൻ്റെ ഈ ഒരു സ്ട്രാപ്പിൽ കുറച്ചൊരു ഹാർഡായിട്ടുള്ളൊരു റബ്ബർ ടൈപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അതും നല്ല ഏരിയ കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു വലിയ സ്ട്രാപ്പാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ബ്രിസ്റ്റ് ഏരിയക്ക് ചെറിയ രീതിയിലൊരു പ്രൊട്ടക്ഷൻ തരും. ഈ ഒരു ഇന്റേണൽ പാം റീജിയനിൽ അത്യാവശ്യം നല്ല ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ അവരൊരു എക്സ്ട്രാ ലെതർ ലെയർ കൊടുത്തിട്ടുണ്ട്. അതും കുറച്ച് നല്ല കട്ടിയുള്ള ടൈപ്പ് ഒരു ലെതറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സ്ട്രാപ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള നല്ല ലെങ്ത് ഉള്ള പ്രോപ്പർ വെൽക്രോ സ്ട്രാപ്പ് തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. റിസ്റ്റ് റീജിയനിൽ നല്ല ഫേമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റൈലിംഗ് എലമെൻറ്റിൻ്റെ ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ട്രാപ്പ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇൻറ്റേർണൽ മെറ്റീരിയൽ വരുന്നത് പോളിസ്റ്ററാണ്. അതും നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല കംഫർട്ട് തരുന്ന രീതിയിലുള്ള പോളിസ്റ്റർ മെറ്റീരിയലാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്ലൗ ഇടുമ്പോഴും നമ്മൾ ഗ്ലൗ ഊരുമ്പോഴൊക്കെ ആ ഒരു കംഫർട്ട് കിട്ടുന്നുണ്ട്. പൊതുവേ ലെതർ ഗ്ലൗസ് കുറച്ച് വിയർ ചെയ്യാൻ ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും, പക്ഷേ ഈ ഒരു പ്രോപ്പർ ലൈനിങ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്കിത് വിയർ ചെയ്യാൻ കഴിയുന്നുണ്ട്.
ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രെസ് വരുന്ന റീജിയനിലും നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ വരേണ്ട ലെയറുകളെല്ലാം തന്നെ ഈ ഒരു ഡബിൾ സ്റ്റിച്ചിങ്ങിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. അത് പാം റീജിയൻ ആയാലും നമ്മുടെ ഔട്ടർ നക്കിൾ റീജിയൻ ആയാലും ഒക്കെ അവർ പ്രോപ്പറായിട്ട് ഡബിൾ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിച്ചിങ് ക്വാളിറ്റിയും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്ട്രാപ്പുമേലായാലും അതേപോലെ തന്നെ നമ്മുടെ ബ്രിസ്റ്റ് റീജിയനിലായാലും എല്ലാം തന്നെ ഒരു ക്വാളിറ്റി, ഒരു പ്രീമിയം സ്റ്റിച്ചിങ് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഗ്ലൗവിൻ്റെ സെറ്റ് വൈസ് പറയാനുള്ളത്. ഇനി ഇതൊന്ന് വിയർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇതാ ഇതേപോലെ ബ്രിസ്റ്റിലൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ടൈറ്റൻ ചെയ്ത് വെക്കാൻ പറ്റും. കാരണം നമ്മുടെ ബ്രിസ്റ്റ് സൈസ് പലരുടേതും പല സൈസാവും. അതുപോലെ തന്നെ ഈ ഒരു ബ്രിസ്റ്റിൽ നമുക്ക് വലിച്ചിടാൻ വേണ്ടിയിട്ട് പാം റീജിയനിലുള്ള ഒരു എക്സ്ട്രാ ലെതർ ലെയർ അവർ കുറച്ച് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു ലെതർ ഗ്ലൗ പിടിച്ച് വലിച്ച് കയറ്റി ഇടാൻ വേണ്ടിയിട്ട്. കാരണം ജാക്കറ്റ് ഇട്ടിട്ട് ഈ ഒരു ഗ്ലൗ ഇടുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു ബ്രിസ്റ്റ് റീജിയൻ പിടിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതിനായിട്ട് ഒരു എക്സ്ട്രാ ലെയർ കൊടുത്തിട്ടുണ്ട്. അത് ഒരു ഹാൻഡി ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രിസ്റ്റ് റീജിയൻ ആയാലും അല്ലെങ്കിൽ മൊത്തത്തിൽ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എസ്പെഷ്യലി ഈ ഒരു ബാക്കിലുള്ള ലോഗോ, അതുപോലെ തന്നെ നമ്മുടെ മൂവ്മെൻ്റൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ ഉള്ളത്. നമ്മുടെ മോട്ടോർ സൈക്കിളിൽ യൂസ് ചെയ്യേണ്ട ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്ററൊക്കെ യൂസ് ചെയ്യാനൊക്കെ നല്ല ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലിറ്റിൽ ഫിംഗറിന് മാത്രം എനിക്ക് ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ട്. ചിലപ്പോൾ ഒരു ബ്രേക്കിംഗ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സെറ്റ് ആവുമായിരിക്കും. കാരണം ഓരോരുത്തരും ഹാൻഡ് ഓരോ ഷേപ്പിലല്ല. അപ്പോൾ എല്ലാ ലെതർ ഗ്ലൗവിനും ഒരു ബ്രേക്കിംഗ് പീരീഡ് ഉണ്ടാവും. ആ ഒരു ബ്രേക്കിംഗ് പീരീഡ് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് കംഫർട്ട് ഫിറ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ നല്ല രീതിയിൽ കംഫർട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് ആകെ ആ ഒരു ലിറ്റിൽ ഫിംഗറിൽ മാത്രം ഒരു ചെറിയ ബുദ്ധിമുട്ട്, അതന്നെ അത്ര വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. പക്ഷേ ചെറിയൊരു എന്തോ ഒരു ഇൻകൺവീനിയൻസ് തോന്നുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതുപോലെ തന്നെ ഒരുപാട് റീജിയൻസ് പെർഫറേറ്റഡ് ലെതറാണ് വരുന്നത്. അതുപോലെ ഫിംഗറിൻ്റെ ഇടയിലും കാര്യങ്ങളൊക്കെ ഒരു നെറ്റ് മെഷ് കൊടുത്തിട്ടുണ്ട്. ഫിംഗേഴ്സിൻ്റെ ടോപ്പ് റീജിയണിലും അതുപോലെ നമ്മുടെ ഇന്നർ സൈഡിലൊക്കെ ആയിട്ട് അവർ ഹോൾസും കൊടുത്തിട്ടുണ്ട്, ആ ഒരു പ്രോപ്പർ വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. നല്ലൊരു കാർബൺ ഫൈബറിൻ്റെ നെക്കിൾ പ്രൊട്ടക്ടർ ഉണ്ട് എന്നുള്ള കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ മെഷേഴ്സ് ഒന്നും തന്നെ ഈ ഒരു ഗ്ലൗവിൽ വന്നിട്ടില്ല. ഒരു പ്രൊട്ടക്റ്റീവ് ഗ്ലൗ എന്നുള്ള രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ ഒന്ന് നെക്കിൾ പ്രൊട്ടക്ടറും ഒന്ന് നമ്മുടെ പാം സ്ലൈഡറുമാണ്. പക്ഷേ ഇതിലൊരു പാം സ്ലൈഡർ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ ഗ്ലൗ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നല്ല രീതിയിൽ അബ്രേഷൻ റെസിസ്റ്റൻസ് കിട്ടാവുന്ന സംഭവങ്ങളൊക്കെ ഈ ഒരു ഗ്ലൗവിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പം ഈ ഒരു ഗ്ലൗ ഒരു അടിപൊളി ഫീല് കിട്ടുന്നുണ്ട്, അതായത് നമ്മുടെ നോർമൽ റൈഡ്സിനൊക്കെ. അപ്പോൾ ഇനി ഈ ഒരു ഗ്ലൗവിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് നോക്കാം. ഈ ഒരു ഗ്ലൗ ഫസ്റ്റ് ടൈം യൂസ് ആണിത്. അപ്പോൾ വിയർ ചെയ്യാനൊന്നും അത്ര ബുദ്ധിമുട്ടില്ല. പൊതുവേ ലെതർ ഗ്ലൗവിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വിയർ ചെയ്യുമ്പം ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ലെതർ ഗ്ലൗസ് അങ്ങനെയാണ്, ഒരു നല്ല ഫേം ഫിറ്റിലാണ് ഇരിക്കുക. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഇതുണ്ടാവും നമ്മൾ ഹാൻഡിലേക്ക് വലിച്ചിടുമ്പോൾ. അത് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ സീനൊന്നുമില്ല. നമ്മൾ വിയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ 4 ഫിംഗറും തമ്പും ടച്ച് സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഗോപ്രോ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺസൊക്കെ യൂസ് ചെയ്യാനോ വളരെ ഈസിയാണ്. അതിപ്പോൾ ഒരുവിധം എല്ലാ ഗ്ലൗസിലും വരുന്നുണ്ട്. ആ ഒരു ഫീച്ചർ ഈ ഒരു ഗ്ലൗവിലുണ്ട്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്.
അപ്പോൾ ഇത് ഓടിക്കുമ്പോഴും ആ ഒരു ഫസ്റ്റ് വിയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ തമ്പിലും അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ലിറ്റിൽ ഫിംഗറിലും ചെറിയൊരു ഇൻകൺവീനിയൻസ് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ഓവർ സ്ട്രെസ് പോയിന്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല, പക്ഷെ ചെറിയൊരു എന്തോ ഒരു ഇൻകൺവീനിയൻസ് തോന്നുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ ഒരു ബ്രേക്കിംഗ് പീരീഡ് കഴിഞ്ഞാൽ തന്നെ ശരിയാവുമായിരിക്കും. ഞാൻ എന്തായാലും ഇത് കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പ്രോപ്പർ ഒരു യൂസേജ് റിവ്യൂ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. നമുക്ക് ഈ ഒരു ക്ലച്ച് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ആക്സിലേറ്റർ റോൾ ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ ബ്രേക്സ് അപ്ലൈ ചെയ്യുന്ന ടൈമിലോ ഒന്നും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ സാധാ നമ്മുടെ ക്ലോത്ത് മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഗ്ലൗസാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് ഈ ഗ്ലൗ ഇങ്ങനെ മേലേക്ക് കയറി വരും. അങ്ങനെ നമ്മുടെ ഫിംഗർ ടിപ്സിന് നല്ലൊരു സ്ട്രെസ് പോയിൻറ്റ്സ് ഫീൽ ചെയ്യാറുണ്ട്. ആ ഒരു ടൈപ്പ് ഫീലിംഗ് ഈ ഒരു ഗ്ലൗവിൽ വന്നിട്ടില്ല. കാരണം ലെതർ ആയതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് വിയർ ചെയ്ത് ആ ഒരു കറക്റ്റ് പൊസിഷനിൽ തന്നെ ഈ ഗ്ലൗസ് ഒരു ചെറിയൊരു സ്റ്റിക്കി ഫീൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ത്രോട്ടിൽ നല്ലൊരു ഗ്രിപ്പും കിട്ടുന്നുണ്ട്, നല്ലൊരു ഫേമായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് ത്രോട്ടിൽ അപ്ലൈ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ആ ഒരു ഫേം ഗ്രിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ലെതർ പൊതുവേ നല്ല ഗ്രിപ്പിയാണ്. ആ ഒരു സംഭവം ഈ ഒരു ഗ്ലൗവിലുണ്ട്. പിന്നെ ഇത് നമ്മൾ ഓടിക്കുമ്പം മേലെ നിന്നുള്ള ആ ഒരു ലുക്കിലാകുമല്ലോ നമ്മൾ കാണാൻ. അപ്പോൾ ഈ ഒരു ലോഗോയും കാർബൺ ഫിനിഷിലുള്ള ഈ ഒരു നക്കിൾ പ്രൊട്ടക്ടറും ആ ഒരു റെഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു സ്റ്റൈലിഷ് ലുക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് ആളുകൾ കാണുമ്പോഴും ആ ഒരു പ്രീമിയം സ്റ്റൈലിംഗ് ലുക്ക് നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലൗ 3 കളറിൽ അവൈലബിൾ ആണ്. ഒന്ന് ഫുൾ ബ്ലാക്ക്, പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ ഒരു റെഡ് എന്ന് പറയാൻ പറ്റില്ല, ആകെ അതിൽ റെഡ് കളർ വന്നിട്ടുള്ളത് ആ ഒരു സ്ട്രിപ്പും പിന്നെ അതുപോലെ സ്റ്റിച്ച് ലൈൻസൊക്കെ റെഡ് കൊടുത്തിട്ടുണ്ട് മാത്രമേ ഉള്ളൂ. മെജോറിറ്റിയും ബ്ലാക്കിൽ തന്നെയാണ്. പിന്നെ ഒരു വൈറ്റ് വരുന്നുണ്ട്. അത് ഈ ഒരു റെഡിൻ്റെ തന്നെ ചില ഭാഗങ്ങളൊക്കെ ലെതേഴ്സ് പ്രിഫറേറ്റഡ് ലെതർ വരുന്ന ഭാഗങ്ങളൊക്കെ വൈറ്റ് വരുന്ന ഒരു മോഡലും ഉണ്ട്. ഈ 3 കളേഴ്സാണ് അവൈലബിൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്ലൗവിൻ്റെ നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്ലൗവിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഒന്ന് നമ്മുടെ പാം റീജിയനിൽ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ലൈഡർ ഇല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലിറ്റിൽ ഫിംഗറിന് നമ്മുടെ റിംഗ് ഫിംഗറിനായിട്ട് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. കാരണം എനിക്ക് തോടിക്കുമ്പോൾ ഈ ഒരു ലിറ്റിൽ ഫിംഗർ നല്ല രീതിയിൽ ഫ്രീ ആയ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അത് ഇമ്പാക്റ്റ് വരുമ്പോൾ മിക്കവാറും ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ലിറ്റിൽ ഫിംഗറിന്. അപ്പോൾ ഇത് രണ്ടുമാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്. ബാക്കി കാര്യങ്ങളൊക്കെ പക്കയാണ്. പിന്നെ നമ്മുടെ നോർമൽ സിറ്റി യൂസ്, ചെറിയ ലിറ്റിൽ കമ്മ്യൂട്ടിങ്, ചെറിയ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റൈഡ്, അതേപോലെ ചെറിയൊരു 40-50 കിലോമീറ്ററൊക്കെ മാക്സിമം പോകുന്ന രീതിയിലുള്ള റൈഡ്സിനൊക്കെ ബെസ്റ്റ് ആണ് ഈ ഒരു ഗ്ലൗ. കാരണം ലൈറ്റ് വെയ്റ്റ് ആണ്, കംപ്ലീറ്റ്ലി ലെതറാണ്. നമുക്ക് നല്ല രീതിയിൽ അബ്രാഷൻ റെസിസ്റ്റൻസ് കിട്ടും. നമുക്ക് വിയർ ചെയ്യാനും ഊരാനും ഒക്കെ ഭയങ്കര ഈസിയാണ്. അതേപോലെ തന്നെ നല്ലൊരു കംഫർട്ട് ഫീൽ കിട്ടുന്നുണ്ട് ഈ ഒരു ഗ്ലൗസ് ഇടുന്നതുകൊണ്ട് തന്നെ. ലൈറ്റ് വെയ്റ്റും ആണ്. അങ്ങനെ ഈ ഒരു പർപ്പസ്ഫുള്ളി നോക്കുമ്പം ഈ ഒരു ഗ്ലൗ ബെസ്റ്റ് ആണെന്ന് പറയാം. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത്, ഞാൻ വാങ്ങിയ സൈറ്റിൽ 3499 ആണ് പ്രൈസ് കൊടുത്തിട്ടുള്ളത്. മോട്ടോവോൾഫിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ 2999 ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു 2000 അറൗണ്ട് അല്ലെങ്കിൽ 2000 ബിലോയിലൊക്കെ വരുമ്പോൾ വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇത് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് തോന്നുക. നമ്മൾ 2000 എബോവ് ഒക്കെ പൈസ കൊടുത്തിട്ട് ഈ ഒരു ഗ്ലൗ എടുക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2000 എബോവിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു കഫ് ഗ്ലൗസ് പ്രോപ്പർ സ്ലൈഡേഴ്സ് ഉള്ള ഗ്ലൗസ് തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓഫേഴ്സൊക്കെ വരുമ്പം പ്രൈസ് നല്ല രീതിയിൽ കുറയാറുണ്ട്. ഞാനിത് എടുത്തത് 1200 ആ ഒരു പ്രൈസിന് ഇത് ശരിക്കും ഒരു വർത്തി പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതാണ് നമ്മളെ റോഡിൻ്റെ അവസ്ഥ. കണ്ടില്ലേ വെള്ളം? നമ്മൾ നല്ല റബ്ബറൈസ്ഡ് റോഡൊക്കെയാണ്, അതും ഈ ഒരു കേർവിൽ തന്നെയാണ് ഈ ഒരു വെള്ളം വരുന്നത്. ഈ വെള്ളത്തിൻ്റെ ഉറവിടും ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ വാട്ടർ അതോറിറ്റിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് മേലെ, അവിടുന്ന് വരുന്ന വെള്ളമാണത്. അതും ഈ റോട്ടിൽ കൂടെ തന്നെയാണ് ക്രോസ് ചെയ്ത് പോകുന്നത്. പ്രോപ്പറായിട്ടുള്ള വാട്ടർ ചാനൽസ് റോഡിൽ കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ റോഡിലേക്ക് കയറി വരുന്നത്. അതും ഈ ഒരു കോർണേഴ്സിലൊക്കെ വരുന്നത് എത്രത്തോളം ഡേഞ്ചറസ് ആണെന്നുള്ളത്, പ്രത്യേകിച്ച് മോട്ടോർ സൈക്കിളിന് വളരെ ഡേഞ്ചറസ് ആണ്. കോർണറിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, ബ്രേക്ക് ചെയ്യാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. സ്ലോലി വരുന്നവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ.
എനിക്ക് പിന്നെ ഇവിടുത്തെ സംഭവം സ്ഥിരം അറിയുന്നതുകൊണ്ടാണ് ഇവിടെ വെള്ളം ഉണ്ടോ ഇല്ലേന്ന് അറിഞ്ഞിട്ട് ഞാൻ പ്രോപ്പറായിട്ട് കോർണർ എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ സ്ലോ ചെയ്ത് ഇപ്പോൾ ഞാൻ പോകുന്ന പോലെ പോരല്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ. ബൈക്കാരെ കുറ്റം പറയാൻ എല്ലാവരും ഉണ്ടാവും, പക്ഷേ ഒരുപാട് ആക്സിഡൻറ്റ്സ് ഇങ്ങനെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഗ്ലൗസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈ ഒരു ഗ്ലൗസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.